ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് നമ്മളിങ്ങനെ ഈ ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്ക് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, ഐ എം ദിൽഫാസിൻ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ഒരു വീഡിയോ ചെയ്യാണ്. കുറേ ദിവസം പറഞ്ഞാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കുറേ ദിവസം എന്ന് പറയുന്നത് ഗൈസ് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട കമൻറ്റ്സ്, നിങ്ങളെ കമൻറ്റ്സ് എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഐ എം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ബർത്ത്ഡേക്ക് മേക്കപ്പ് ചെയ്യാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ നമ്പറും നമ്മളെ പേജും മെൻഷൻ ചെയ്യാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങളെ ഡേ അടിപൊളിയാക്കി തരുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്നൊരു സിമ്പിൾ ഗ്ലോയി പാർട്ടി മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഞാൻ ഐബ്രോ ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോയിൽ നമ്മൾ യൂസ് ആക്കുന്നത് ഈ ഒരു പാക്കിൻ്റെ ഈ ഒരു പാലറ്റാണ്. പാക്കിൻ്റെ ഇതിൽ നമുക്ക് 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. 4 ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും. ഇത് 2 പൗഡറും ഇത് ക്രീമുമാണ് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ആക്കുമ്പോൾ നമ്മളെപ്പോഴും ഇത്ര മിനിമൽ കളേഴ്സ് ഉള്ള ഒരു പാലറ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല തിൻ ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഷെയ്ഡ് യൂസ് ആക്കുക. കുറച്ചുകൂടി തിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ഇത് യൂസ് ആക്കുക. നമ്മൾ ഐബ്രോ എടുത്ത് കാണിക്കരുത്. നമ്മുടെ സ്കിന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ 2 റേഞ്ച് ഓഫ് ഉള്ളതുകൊണ്ട് ക്രീമും ഇതും യൂസ് ആക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സിംഗിളായിട്ട് മേടിക്കാനും കിട്ടും. ഒരു ലൈറ്റ് ബ്രൗൺ കളറ്, ഡാർക്ക് ബ്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സിംഗിളായിട്ടും ഇതിൽ മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു സ്പൂലും വരുന്നുണ്ട്, ബ്രഷും വരുന്നുണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ട് ഐബ്രോസ് ചെയ്യാണ്. ഞാൻ എടുക്കുന്ന കളർ ഇതാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു എന്തോ ചെറുപ്പത്തിലെന്തോ പറ്റിയോന്ന് അറിയില്ല. ഞാൻ അറിയുന്ന കാലത്ത് ഈ സംഭവമുണ്ട്. ഇത് ഇവിടെ അവിടെ എനിക്ക് ഐബ്രോസ് ഇല്ല. അപ്പോൾ ഹെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യലെപ്പോഴും ഫസ്റ്റ് ഈ ക്രീമെന്ന് കുറച്ച് ഇങ്ങനെ എടുക്കും. കുറച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ അവിടെ ഇങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പിന്നെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ അടിയിക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ക്രീം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൗഡറിനൊന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷെയ്ഡ് കുറച്ചെടുക്കുക. കൈസ് കണ്ടത് കവറായത് കണ്ടില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഐബ്രോസ് ഒക്കെ ചെയ്യുമ്പോൾ ഐബ്രോ ത്രെഡ് ചെയ്യുക. ത്രെഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഐബ്രോക്ക് അതിൻ്റെ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഈ എൻഡിൽ നിന്ന് അടിയിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ മേലോട്ട് ഒരിക്കലും ഇവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നിക്കും. സോ നമ്മളെപ്പോഴും മിഡിൽ നിന്നാണ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. എൻഡിൽ നമ്മൾ കുറച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോസ് ഒന്നുകൂടി ത്രെഡ് ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ അതാണ് മാക്സിമം നമ്മൾ പറ്റണ പോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഐബ്രോയും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ഐബ്രോ കൂടി ചെയ്യാം. നമ്മൾ ഐബ്രോ എന്നുള്ള ഷേപ്പ് മാറിപ്പോവാതെ നമ്മൾ നോക്കണം. നമ്മുടെ ഐബ്രോ മാറിപ്പോയി നമ്മുടെ ഫേസും ചെറുതായിട്ട് മാറ്റി വരും. അപ്പോൾ നമ്മൾ ഐബ്രോയും ഇതും കൂടി നല്ല മാറാതെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫോണിൽ നോക്കി ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഇടങ്ങേറുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ബ്രൈഡ്സിനൊക്കെ ചെയ്യാൻ പോകാമെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഐബ്രോസൊക്കെ നമ്മളെ റേസറില്ലേ, നോർമൽ റേസർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ചിലവർ സമ്മതിക്കില്ല, ചിലവർ സമ്മതിക്കും. അപ്പം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. കാരണം നമ്മളെ ഇതിനൊരു കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഐബ്രോ കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ കൺസീൽ ചെയ്താലും കുറച്ച് അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നമുക്ക് കൺസീലർ വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പക്ഷേ പെർഫെക്ഷൻ അതാണ് നല്ലത്. നമ്മൾ ത്രെഡ് ചെയ്യലാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ ചില ബ്രൈഡ്സിനാകുമ്പോൾ ത്രെഡ് ചെയ്യൽ അലൗഡ് ആവില്ല.
ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഐ മേക്കപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഐ മേക്കപ്പ് നമ്മൾ യൂസ് ആക്കുന്ന കൺസീലർ ഇതാണ്. ഈ ബ്രാൻഡ് കെ ബ്യൂട്ടിയാണ്. നല്ല കവറേജ് വരുന്നൊരു കൺസീലറാണ്. അപ്പം കൺസീലർ നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് നമ്മളെ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഫേസിലുള്ളേക്കാൾ ഒന്നുകൂടി തിക്കായിട്ട്. ഓക്കെ, നമ്മളിത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കും. നിങ്ങൾ ബ്ലെൻഡർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ബ്ലെൻഡർ മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ, നമ്മൾ യൂസിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മളത് വെറ്റ് ചെയ്ത് നല്ല യൂസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമ്മൾ ബ്ലെൻഡർ യൂസ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാ ഒരു 6 or 12 പാക്കറ്റ് മേടിച്ചതാണ്. അപ്പോൾ ഇതൊന്നാണ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡർ വെച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട്, ലൂസ് പൗഡർ വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് അവിടെ സെറ്റായി ഫിക്സ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രീസ് ലൈന് വരാനൊന്നും ചാൻസ് ഇല്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ബ്ലെൻഡിങ്, മേക്കപ്പിൽ ബ്ലെൻഡിങ് ഈസ് ദ കീ എന്ന് പറയും ഗൈസ്. ബ്ലെൻഡിങ് ആണ് നമ്മളെ മേക്കപ്പിലെ കീ. നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല ബെറ്റർ ആയിട്ട് തന്നെ വരും. കണ്ടോ? പിന്നെ എനിക്കധികം ഡാർക്ക് സർക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറക്ഷൻ ഒന്നും യൂസ് ആക്കാത്തത്. നമുക്ക് കുറച്ച് ഫേസിൽ, അതായത് അതിൻ്റെ അവിടെയൊക്കെ നന്നായി ഡാർക്ക് സർക്കിൾ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് കറക്ഷൻ യൂസ് ആക്കണം. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അൺഈവനായിട്ട് നമുക്ക് പെർഫെക്ഷനായിട്ട് കിട്ടില്ല. യൂസ് ആക്കാൻ പറ്റിയ ബെസ്റ്റ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് പാലറ്റ് അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു പാലറ്റാണ് ഈ ഒരു നൈക്കാൻ്റെ ഈ ഒരു പാലറ്റ്. അടിപൊളി പാലറ്റാണ്. ഇതിൽ മീഡിയം നല്ല റേഞ്ച് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്നൊരു പാലറ്റാണ്. ഐ ഷാഡോ ഇടാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഐ ഷാഡോ ഇടാനായിട്ട് നമ്മൾ ഈ ഒരു റെവല്യൂഷൻ്റെ ഒരു പാലറ്റാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഷെയ്ഡ്സ് ഒക്കെ ഉള്ളൊരു അടിപൊളി പാലറ്റാണ് ഗൈസ്. ഇത് അത്ര അഫോർഡബിൾ റേഞ്ച് അല്ല, പക്ഷെ എന്നാലും നല്ലൊരു ബെസ്റ്റ് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നൊരു ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ക്രീസ്, നമുക്ക് ജസ്റ്റ് ഒരു ഷെയ്ഡ് ഇട്ട് നമുക്ക് ക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മാസിൻ്റെ ഒരു പാലറ്റാണ്. നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന നല്ലൊരു പാലറ്റാണ്. ഇതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പം ക്രീസ് ഈ ഒരു കളർ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ബേസ് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളെപ്പം എന്താ പറയുക, ഐ ഷാഡോ ഇടുമ്പോൾ നിങ്ങൾ എൻഡിൽ നിന്ന്, അതായത് ഈ ഒരു ഇന്നറിൽ നിന്ന് കൊണ്ടത് ഔട്ടിൽ നിന്ന് നിങ്ങളിങ്ങനെ പുൾ ചെയ്ത് പതിയെ ബ്രഷ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരണം. ബിക്കോസ് നമ്മളെ കുറേ കളേഴ്സ് ഇവിടെ സെഡിമെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഐ ഭയങ്കര ഡ്രൂപ്പി ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പം നമ്മൾ ജസ്റ്റ് പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐബ്രോൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബ്രൈറ്റ്സിന് എന്തായാലും നമ്മളതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം. പക്ഷെ നമ്മൾക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു സിമ്പിളായ മതി എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അടിയിക്കും വരരുത്, ഒത്തിരി മേലോട്ടും വരരുത്. നമുക്ക് ഇങ്ങനൊരു സെക്ഷനാണ് നമുക്ക് അതിൻ്റെ അവിടെ കിട്ടണ്ടേ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഡെഫിനേഷൻ വന്നില്ല ഗൈസ്. അതിക്ക് കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള ഓറഞ്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. കാരണം പാർട്ടിയല്ലേ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പാലറ്റിൽ നിന്ന് നമ്മൾ എടുക്കണമെന്നില്ല. അതേ സെയിം ഷെയ്ഡ് നമുക്ക് മാസിൻ്റെ ഒരു പാലറ്റിൽ അവൈലബിൾ ആണ്. ഈ ഷെയ്ഡ് നമുക്ക് ഈ ഒരു പാലറ്റിലും ഉണ്ട്, കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതന്നെ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ
കുറച്ചുകൂടി നമ്മളിത് കുറച്ച് ടൈം എടുത്ത് ചെയ്യണം. ബിക്കോസ് ടൈം എടുത്ത് ചെയ്താലേ നമ്മൾ ചെയ്യുന്നതിൽ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ നന്നായിട്ട് എല്ലാതും ബ്ലെൻഡായിട്ട് ഇവനാക്കി കൊണ്ടുവരണം. ഈ ബ്രോ ബോൺ എന്നാണ് ഗൈസ് ഇതിന് പറയുക. ഈ ബ്രോ ബോണ്ട് മേലോട്ട് ഒത്തിരി നമ്മൾ ഐ ഷാഡോ പോവാതെ ഇരിക്കണം. അത് നമ്മൾ നല്ല നോക്കണം ഗൈസ്. ഇപ്പോൾ നമ്മൾ കോർണറായി 2 എൻഡിലായിട്ട് നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കാം 2 കോർണേഴ്സിലായിട്ട് ഗ്ലിറ്റർ കൊടുത്താലോ എന്ന്. അതാണ് ഒന്നുകൂടി ബെറ്റർ. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് പെയർ ചെയ്തിട്ടും സെറ്റാക്കിയിട്ടൊക്കെ നമുക്ക് ഐ ലുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഇവിടുത്തെ ഒരു, അതായത് ഐബ്രോ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ത്രെഡ് ചെയ്തിട്ട് തന്നെ ആയി കൊണ്ടുപോകാം, അത് ബെറ്റർ. അപ്പോൾ ഇതിൽ തന്നെയുള്ളൊരു ഷെയ്ഡാണ് യൂസ് ആക്കുന്നത്. മറ്റേ ഇതിൽ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ മറ്റേത് എടുക്കണില്ല. ഇതാ ഈ ഷെയ്ഡ് വൈസ് നമ്മളിത് മാക്സിമം ടൈമിൽ ഞാൻ ഗ്ലിറ്റേഴ്സ് നമ്മൾ ഫിംഗർ വെച്ചിട്ട് തന്നെ ചെയ്യില്ല. ബിക്കോസ് അതാണ് ഒന്നുകൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും നല്ല ഫിനിഷിങ് കിട്ടാനും നമ്മളെ ഫിംഗർ വെച്ചിട്ട് ചെയ്യലാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഞാനൊരു ഇന്നർ കോർണറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുക ഗൈസ്. അതായത് നമ്മൾ സെൻറ്റർ തൊട്ടിട്ട് ഇന്നർ വരെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ സെൻറ്ററിൽ കൊടുത്തിട്ട് ഇന്നർക്ക് ഇങ്ങനെ ബ്ലെൻഡ് ആക്കിയാലും മതി. ഒത്തിരി ഇങ്ങോട്ട് കോർണർക്ക് പോകാതെ നോക്കണം, അതാണൊന്ന് ബെറ്റർ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് നമ്മൾ പ്രിഫർ ചെയ്യണത്. ഈ ഒരു പാലറ്റിൽ വെച്ചിട്ട് നമുക്ക് ഏത് പെയർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഐഡിയ വെച്ചിട്ട് ഓക്കെ രണ്ടും നമ്മൾ സെൻറ്റർ വെച്ച് സ്റ്റോപ്പാക്കി. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ ഒരു ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് ഒന്നുകൂടി കുഞ്ഞ് ഐ ഷാഡോ ബ്രഷ് എടുക്കുക നിങ്ങൾ മാക്സിമം. ബിക്കോസ് അതാണ് ഒന്നുകൂടി ബ്ലെൻഡിന് സുഖം. ഞാനെൻ്റെ ബാക്കിയുള്ള ബ്രഷൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടുകൊണ്ട് ഇത് എടുത്താന്നുള്ളൂ. നമ്മൾ ഈ ഒരു ഷെയ്ഡ് തന്നെ കുറച്ച് എടുക്കുക, ഡാബ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. ഇതിൽ ആ 2 ഷെയ്ഡും ഒന്നുകൂടി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. സംബന്ധിച്ച് നമ്മൾ ഗ്ലിറ്റർ ഇടുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടി വീണ്ടും ബ്ലെൻഡാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ലുക്ക് ഇത്രയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര സിമ്പിളാക്കിയാൽ മതിയെന്ന്. ഐലൈൻ ചെയ്യുക. ഐലൈനർ ഞാൻ ഡെയിലി യൂസ് ആക്കണം. നമ്മൾ നോർമൽ ഡാസ്ലറിൻ്റെ ആ ഒരു ഇതാണ്. അതാകുമ്പോൾ എഴുതാൻ സുഖമാണ്. പിന്നെ എപ്പോഴും നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ അപ്പം തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ് എനിക്ക്. അതായത് നമ്മൾ അർജൻറ്റായിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ അപ്പോൾ ഐലൈൻ ചെയ്യണ തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നോർമൽ ഒരു വാട്ടർ പ്രൂഫൊന്നും അല്ലാത്ത ഐലൈനറാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നോർമൽ മസ്കാര ഇട്ടിട്ട് തന്നെ പോകാറുണ്ട്. ഗായ്സ്, ഈ ഒരു ഐലൈനർ ഇതാണ് മെബിലൈൻ ന്യൂയോർക്കിൻ്റെ ഒരു ഐലൈനർ. നല്ല അടിപൊളി ഐലൈനറാണ്, നല്ല ലോങ് ലാസ്റ്റ് ആണ്, അത്രയും പെട്ടെന്ന് പോകുന്നില്ല, വാട്ടർ പ്രൂഫൊക്കെ ആണ്, നല്ല ഐലൈനറാണ്. പക്ഷെ നമ്മൾ ഇത് ഡെയിലി യൂസിന് നമുക്ക് പോയി വന്ന പിന്നെ കളയാൻ കുറിച്ച് ഇടങ്ങേറിയിരിക്കും. അതുകൊണ്ട് ഞാൻ നോർമലായിട്ടുള്ള ഒരു ഐലൈനറാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഞാൻ ഐലൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഔട്ടിൽ മാത്രം ജസ്റ്റ് ലൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്, നാച്ചുറൽ ലൈറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്തും ചെയ്യാൻ നോക്കുക. ഇരുട്ടത്തും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഭംഗി ഒന്നുകൂടി കൂടും കഴിയും. അതായത് ഭയങ്കര കൊളായിട്ടായിരിക്കും. കാരണം നമ്മൾ വിചാരിച്ച കളറാവില്ല, ഒന്നും കൂടി ഉദിച്ച മാറി തോന്നും നമുക്ക്. അപ്പോൾ ഫേസ് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ എടുക്കുന്ന ഫൗണ്ടേഷൻ ഈ മെബ്ലൈൻ്റെ തന്നെ ഫിറ്റ് മീ എന്ന് പറഞ്ഞ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ബെസ്റ്റ് ഫൗണ്ടേഷനാണ് ഗൈസ്. ബിക്കോസ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല വാട്ടർ പ്രൂഫാണ്, പെട്ടെന്നൊന്നും പോകുന്നില്ല, നല്ല അടിപൊളി ലാസ്റ്റ് ചെയ്യണ ഫൗണ്ടേഷൻ തന്നെയാണ്. നമ്മൾ ഷെയ്ഡ് ഒന്ന് നോക്കിയെടുക്കണം എന്നുള്ളൂ. ഷെയ്ഡ് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ ബെറ്ററാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ എംബ്രോലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എല്ലാവർക്കും അറിയുണ്ടാവും. മേക്കപ്പ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് അത്യാവശ്യം പ്രൈസിയാണ്. അപ്പോൾ അത് അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിക്ക എന്നുള്ള ഈ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഓൾ സ്കിൻ ടൈപ്പാണ് ഗൈസ്. നമുക്ക് ഫൗണ്ടേഷൻ ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കളർ മാച്ച് അല്ലെങ്കിൽ നിങ്ങൾ 2 ഷെയ്ഡ്, അതായത് ഡാർക്കും മീഡിയം അല്ലെങ്കിൽ ലൈറ്റും ഡാർക്കും വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ സ്കിന്നിൻ്റെ കറക്റ്റ് ഷെയ്ഡ് ആയത്, അതായത് ഗൈസ് ഫേസിൽ തന്നെ ഇട്ട് നോക്കണം. നമ്മൾ നെക്കിൽ അവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കുറേ ഹാക്കിൽ കാണും, ഇവിടെ അതൊന്നും കാര്യമില്ല. ബിക്കോസ് നമ്മളെ ഇന്ത്യൻ സ്കിന്നിന് കൈ വേറെ കളർ, ഇവിടെ ടാൻ അടിച്ചിട്ട് പല കളറാവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം എല്ലാവർക്കും 90% ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഫേസിലിട്ടിട്ട് തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ കറക്റ്റ് ഷെയ്ഡ് തന്നെ ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഷെയ്ഡ് അല്ലെങ്കിലും ഒന്നുകൂടി ലൈറ്റ് ആയാലും ഒന്നുകൂടി ഡാർക്ക് ആയാലും നമ്മളൊരു ലൈറ്റ് കഴിഞ്ഞാൽ പുട്ടിയടിച്ച് ഫീൽ ചെയ്യും. ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഷെയ്ഡ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടുള്ളൂ.
അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊന്നും എടുത്തിട്ട് മിക്സിംഗ് പാലറ്റ് ഒന്നും യൂസ് ആക്കുന്നില്ല, ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഡോട്ട് ആക്കിയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞി ലെയറാണ് കേട്ടോ ഗൈസ് ഇടുന്നത്. പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഹെവി ആക്കുന്നില്ല, ചെറിയൊരു ലെയറാണ്. ബ്ലെൻഡാണ് നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കേണ്ടത്, ബിക്കോസ് ബ്ലെൻഡിങ്ങിലാണ് നമ്മൾ മേക്കപ്പിൻ്റെ ഒരു ഫ്ലോലെസ് ബ്ലെൻഡിങ് കൂടി അതിൻ്റെ ഒരു വലിയ പാർട്ടാണ് ഗൈസ്. കാരണം നമ്മൾ എത്ര തന്നെ ഷെയ്ഡ് നോക്കി ഇതാക്കി കഴിഞ്ഞാൽ പാച്ചായി പോവുക, ഒരു ഫിനിഷിങ് ഇല്ലാതെ ആയി പോവുക, അതിനൊക്കെ റീസണാണ് നമ്മളെ ബ്ലെൻഡിങ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മളെ മേക്കപ്പ് ഫ്ലോലെസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേസിൽ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കറക്ഷൻ പാലറ്റ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം കൺസീൽ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാർട്ടി മേക്കപ്പാണ്, പിന്നെ എന്താ പറയുക അധികം പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോർമലി ഫൗണ്ടേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. പിന്നെ നമുക്കിത് ബ്രഷ് ചെയ്ത് നമ്മൾ നല്ല സ്മൂത്തായിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഫേസിൽ നമ്മളിടുമ്പോൾ നമ്മളെപ്പോഴും നെക്കിലും കൂടി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ സ്വന്തം മേക്കപ്പ് ആകുമ്പോൾ ഗൈസ് നമ്മളെ പ്രിഫറൻസ് ആണ്, നമ്മൾ വേറെയുള്ളവർക്ക് ചെയ്ത് കൊടുക്കും, നമ്മൾ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഗൈസ് നമ്മളെ ഫേസും നമ്മൾ കുറച്ചുകൂടി ലൈറ്റായി മേക്കപ്പ് ചെയ്ത് തന്നെ ഒരു പൊടിക്ക് നമ്മൾ ലൈറ്റായി പോകും നമ്മളെ കളറ്, അതായത് ഒന്ന് കറക്ഷനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മളെ ഇയേഴ്സിലും ഒക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫൗണ്ടേഷൻ. അപ്പോൾ ഒരു സ്മോൾ എമൗണ്ട് ഒരു ലെയറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോഴും നിങ്ങളെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ നോക്കണം, ബിക്കോസ് ഫേസിൽ ഹെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒന്നാമത് ഫ്ലോലെസ് ആവില്ല. നമ്മളെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്കൊരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഫ്ലോലെസ് മേക്കപ്പ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പം ഫേസിൽ എൻ്റെ ഹെയറൊന്നുമില്ല, അത് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഫൗണ്ടേഷൻ ഇത്ര മതി എന്നാണ് തോന്നുന്നത് ഗൈസ്. ലെയർ കുറക്കലാണ് നല്ലത്, എന്നാലും നമ്മൾ മേക്കപ്പ് നാച്ചുറലായിട്ട് തോന്നുള്ളൂ. അപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ കുറേ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഫേസ് ടോണൊന്നും അത്ര വ്യത്യാസമൊന്നും കാണില്ല, ബിക്കോസ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പലർക്കും പല കോൺസെപ്റ്റാണ് ഗൈസ്. നമ്മുടെ ക്ലയൻറ്റിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലർക്ക് സെയിം സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ചിലർക്ക് ഒന്നുകൂടി ലൈറ്റാണ്, അങ്ങനെയൊക്കെ ഓരോ പ്രിഫറൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും നമ്മൾ സെയിം സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് ബെറ്റർ ആക്കി എടുക്കലാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ മേക്കപ്പ് നമ്മളെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചിലവർ ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മളെ നോർമൽ ഫേസ് ബ്ലെൻഡർ. ഇതിപ്പോൾ നമുക്ക് അണ്ടർ ഐ യൂസ് ആക്കുന്ന ബ്ലെൻഡറാണ്. ഫേസ് ബ്ലെൻഡർ എടുത്തിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫൗണ്ടേഷനൊക്കെ നമ്മൾ ബ്ലെൻഡറിൽ വന്നിട്ട് ഒന്നുകൂടി ഫ്ലോലെസ് ആവാൻ ഫിനിഷ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഫേസ് ബ്ലെൻഡർ മറ്റേ പല ഷേപ്പിലും മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മൾ അണ്ടർ ഐ മാത്രം യൂസ് ചെയ്യാം, നമ്മൾ ബ്ലെൻഡേഴ്സ് നമുക്ക് എവിടെ യൂസ് ആക്കാം, പക്ഷേ നമ്മൾ ഓരോന്നിനും ഓരോ ഇതുള്ള യൂസ് ആക്കിയാലും ഒന്നുകൂടി ബെറ്റർ ആവുള്ളൂ. അപ്പം ഫേസ് ബ്ലെൻഡർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാബ് ചെയ്യുമ്പോൾ ആ ഒരു എക്സസ് ഒക്കെ വന്ന് നല്ല ഫ്ലോലെസ് ആയി കിട്ടാൻ നമുക്ക് നല്ല ബെറ്റർ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടിപ്പും കൂടി യൂസ് ആക്കാം. ഗൈസ് നമ്മുടെ ഫേസ് മേക്കപ്പ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെയിം നമ്മൾ ഐ സെറ്റ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമ്മൾ ഫേസും ലൂസ് പൗഡർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ കോമ്പാക്റ്റും കൂടി യൂസ് ആക്കാം, പക്ഷേ കോമ്പാക്റ്റും ലൂസ് പൗഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിനൊരു പുതിയ ഒരു ലെയറും കൂടി തരും. ലൂസ് പൗഡർ ആകുമ്പോൾ നമുക്ക് ലെയർ തരില്ല, ജസ്റ്റ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു കോണ്ടോറിങ് കൊടുക്കാം. അപ്പോൾ കെ ബ്യൂട്ടിൻ്റെ ഒരു ക്യൂട്ട് പാലറ്റാണ് ഗൈസ്. ഈ പാലറ്റ് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു പാലറ്റിൽ തന്നെ നമുക്ക് 3 ഷെയ്ഡ്സ് ഓഫ് പൗഡർ കോണ്ടോർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മളെപ്പോഴും പൗഡേഴ്സ് യൂസ് ആക്കുക, അതായത് പൗഡർ പ്രൊഡക്ട്സ് യൂസ് ആക്കുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മളെപ്പോഴും ക്രീം അല്ലെങ്കിൽ ലിക്വിഡ് പ്രൊഡക്ട്സ് യൂസ് ആക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ആക്കുന്നത് ഈ ഒരു പൗഡറാണ്. ഇപ്പോൾ നമുക്ക് മാറ്റ് ലുക്ക് വേണമെങ്കിലും നമ്മൾ ഇതേ പൗഡറാണ് ചൂസ് ചെയ്യുക.
നമുക്ക് ഗ്ലാസ് സ്കിൻ ആണെങ്കിൽ നമുക്ക് ക്രീമാണ് ഒന്നുകൂടി ബെറ്റർ. അതായത് തുടക്കത്തിൽ നമ്മൾ ക്രീംസ് യൂസാക്കി വന്നാൽ ഗ്ലോ നമ്മൾ ഫേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കോണ്ടോർ വേണമെന്നുള്ളവർക്ക് ചെയ്തെടുത്താൽ മതി. ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഡാബ് ചെയ്യണം. കോണ്ടോറിൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നില്ല, ജസ്റ്റ് കൊടുക്കാൻ. കോണ്ടോർ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു ഈ ഒരു ഏരിയ പിന്നെ നമ്മൾ ഫോർഹെഡിൻ്റെ ഈ ഒരു ഏരിയ നോസിൽ കൊടുക്കൽ. ബ്രൈഡ്സ് ആകുമ്പോൾ നമ്മളെപ്പോഴും നോസിൽ ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അവർക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സൈഡ് ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കോണ്ടോർ നന്നായിട്ട് ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ നമുക്ക് ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ നോസിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ കോണ്ടോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ബ്രഷ് ഇങ്ങനത്തെ ഒരു കട്ടുള്ള ബ്രഷാണ് ഗൈസ്. കണ്ടോ, അത് നല്ല ചബ്ബി ആയിട്ടുള്ള ഫേസുള്ളവർക്കൊക്കെ നമുക്കത് ചെയ്യാം. സ്ലിം ആയിട്ടുള്ള ഫേസുള്ളവർക്ക് ചെയ്യണം എന്നില്ല ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോസ് എല്ലാ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ നോസും ചെയ്ത് കൊടുക്കുക ബ്രൈഡ്സിനാകുമ്പോൾ. അതാകുമ്പോൾ ഒരു ബെറ്റർ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിനി ബ്ലഷാണ് യൂസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റെവല്യൂഷൻ്റെ ഈ ക്രീം ബ്ലഷ് ബെറ്റർ, നല്ല അടിപൊളി ബ്ലഷാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ മേടിച്ച് യൂസ് ആക്കുമ്പോൾ ഡെയിലി യൂസിനും നമുക്ക് ബ്രൈഡ്സിനും ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പിഗ്മെൻ്റ് ആയിട്ടുള്ള ഒരു ക്രീം ബ്ലഷാണ്. ഇതിൻ്റെ പിഗ്മെൻറ്റ് കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്ലഷാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ആക്കാം. അല്ലെങ്കിൽ നമ്മളടുത്തൊരു ബ്ലഷിൻ്റെ പാലറ്റ് ഉണ്ട്, നമുക്ക് ബ്ലഷിൻ്റെ പാലറ്റ് യൂസ് ആക്കാം. ഈ ഒരു പാലറ്റത്ത് ഈ ബ്ലഷ് ഷെയ്ഡ്സ് ആണ്. ഈ ഷെയ്ഡും മിക്സാക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് ഗൈസ്. നിങ്ങൾ ഓൾറെഡി ബ്ലഷ് ഇടുമ്പോൾ പിഗ്മെൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ഇതൊന്നും എടുത്ത പാടന്നെ ഫേസിലോട്ട് കൊണ്ടുവരരുത്. നമ്മൾ ഇതിലിങ്ങനെ വെച്ച് നമ്മളെ കയ്യിലിങ്ങനെ ജസ്റ്റ് ആക്കിയതിൻ്റെ ശേഷം ബ്രഷിക്ക് അതൊന്ന് ബ്ലെൻഡ് ആക്കിയതിൻ്റെ ശേഷം മാത്രം ഫേസിലേക്ക് കൊണ്ടുവരിക. അതാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ അതിൻ്റെ കേസ് പറഞ്ഞതിൽ ഔട്ടറിൽ നിന്നാണ് നമ്മൾ ബ്ലഷ് കൊണ്ടുവരേണ്ടത്. നമ്മൾ ഇന്നറിന് ബ്ലഷ് ഇവിടെ കൂടുതൽ നമ്മൾ ചോട്ടാ പെയിൻറ്റ് ഷുക്കിൻ്റെ പോലെ ഇപ്പോൾ നമ്മളിവിടെ കൂടുതൽ ബ്ലഷ് ഇവിടുന്ന് സെഡിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊണ്ടുവരാം. പിന്നെ ഓരോ നമ്മൾ റൗണ്ട് ഷേപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഈ ഒരു ലുക്ക് തന്നെ ബെറ്റർ ആയിരിക്കും. നല്ല നീളമുള്ള ഫേസ് ആണെങ്കിൽ ഇപ്പോൾ ഈ ലുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ അവരുടെ ഫേസ് ഒന്നും കൂടി വലുതായി തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസിനൊരു ആർട്ട് ചെയ്യലാണ് ഗൈസ് മേക്കപ്പ്. നമ്മൾ മേക്കപ്പ് ആയിട്ട് ഫേസിൻ്റെ ഷേപ്പിനെ നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആക്കാനും ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ബ്ലഷ് ഞാനിപ്പോൾ ഈ പൗഡർ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ബ്ലഷ് ഇടുന്നത് ഗൈസ്. കാരണം കൂടുതൽ ബ്രഷ് വാഷ് ചെയ്യാനാവും സെറ്റാക്കി കൊടുത്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ബ്ലഷ് ഇട്ടോ ചോദിച്ചാൽ ഇട്ട് എന്നാലധികം കുറച്ച് പിഗ്മെൻ്റ് ആയാലും ഗൈസ് നമ്മളിങ്ങനെ അവിടെ ഇവിടെ സെഡിമെൻ്റ് ആയി എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. കാരണം സെഡിമെൻ്റ് ആയി ഇടുന്നത് ഭയങ്കര ബോറായിരിക്കും. ചിന്നിൻ്റെ എവിടെയും കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ നോസിൽ വല്ലാതെ നമ്മൾ ഇടണ്ട, ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടി മാത്രം നമ്മൾ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഫേസിൽ കുറച്ച് ഗ്ലോ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ ഇത് കഴിഞ്ഞു, ബ്ലഷ് കഴിഞ്ഞു. നമ്മൾ അതിൽ കുറച്ച് പണിയും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് അതേ ഷെയ്ഡായിട്ട് നമ്മൾ അടിയിലൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഐ ലുക്കിൻ്റെ ഫിനിഷ് നമുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അതേ സെയിം ഷെയ്ഡ് നമ്മൾ അടിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാലറ്റ് തന്നെയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. മറ്റേ പാലറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പാലറ്റ് സെയിം ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ബ്രൈഡ്സിനൊക്കെ ആയിട്ട് ഒന്നുകൂടി അത് യൂസ് ആക്കുന്നതാണ് ബെറ്റർ. ഡെയിലി യൂസിന് നമുക്ക് നോർമൽ പാലറ്റ്സ് മതി, അതാണ് ഒന്നുകൂടി ബെറ്റർ. ക്രീം ഹൈലൈറ്ററാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫിംഗർ വെച്ചിട്ട് നമുക്ക് യൂസ് ആക്കാം. നമ്മൾ ഹൈലൈറ്റർ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചീക്ക് ബോണിൻ്റെ അവിടെ, പിന്നെ നമ്മളെ നോസിൻ്റെ അവിടെ, ഓക്കെ ഇവിടെ ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫേസിലൊരു ഗ്ലോ വരും ഗൈസ്. കാരണം നമ്മൾ ക്രീം ഹൈലൈറ്റർ യൂസ് ആക്കിയതുകൊണ്ട് തന്നെ ഫേസിലൊരു ഗ്ലോ വരും. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡിലും കൂടി അത് യൂസ് ആക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു ഇത് വന്ന് നമ്മൾ ഈ ഒരു ഇവിടെയായിട്ടൊന്ന് ജസ്റ്റ് കൊടുക്കുക, ചിന്നിൻ്റെ അവിടെ ആയിട്ട്.
അപ്പോൾ ഇത് നമ്മുടെ ഫേസിലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഞാനിതിലൊരു സീക്രട്ട് പ്രൊഡക്റ്റ് പറയുന്നുണ്ട് ഗൈസ്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. വെറുതെ നമ്മൾ ഐബ്രോസിനൊന്ന് ഹൈലൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് യൂസ് ആക്കുന്നത് മസ്കാര യൂസ് ആക്കിയിട്ടില്ല ഗൈസ്, ഞാൻ ലാസ്റ്റ് യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മസ്കാര എഴുതാം. ഞാനിപ്പോൾ യൂസ് ആക്കണത്, നമുക്ക് ഈ മസ്കാര ഞാൻ യൂസ് ആക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഡെയിലി യൂസിന് ഞാൻ യൂസ് ആക്കണ മസ്കാര ഇതാണ് ഗൈസ്. ഇത് അതായത് വാട്ടർ പ്രൂഫാണ്, ഒക്കെ പ്രൂഫാണ്. പക്ഷേ അതിൽ നമ്മൾ കുറച്ച് വാട്ടർ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് പോരും. പക്ഷേ ഇത് ഭയങ്കര ലാസ്റ്റ് ചെയ്യണതുകൊണ്ട് തന്നെ ഇത് പോരാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാനിപ്പം ഇതാണ് യൂസ് ആക്കുന്നത്. ഡെയിലി യൂസിന് നമ്മൾ അത്ര ഇതായിട്ടുള്ളത് യൂസ് ആക്കാതിരിക്കാൻ നല്ലത്, കാരണം നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ നോർമൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ആക്കാൻ പറ്റണ ഐ ഷാഡോ അല്ല എല്ലതും നമ്മൾ പെട്ടെന്ന് റിമൂവ് ആക്കാൻ പറ്റണ എന്ത് യൂസ് ആക്കുകയാണെങ്കിലും അതാണ് ബെറ്റർ ഒന്നും കൂടി. അപ്പോൾ നമുക്ക് മസ്കാര യൂസ് ആക്കാം. ഞാൻ ലാഷൊന്നും വെക്കുന്നില്ല, ലാഷും ലെൻസും ഒന്നും വെച്ചിട്ടില്ല, നമുക്ക് ജസ്റ്റ് മസ്കാര യൂസ് ആക്കാം. മസ്കാര നമുക്ക് 2 കോട്ട് ആക്കിയിട്ട് നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ഞാൻ ഒറ്റ കോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് നമ്മൾ യൂസ് ആക്കിയത്. നമുക്ക് ജസ്റ്റ് അണ്ടറിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു മസ്കാര പേഴ്സണലി എനിക്കിഷ്ടമായി. ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ളത് മേടിച്ചു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റ ലെയർ ഇടുന്നുള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ലെയർ തന്നെ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ലിപ്സ്റ്റിക്ക് ഇടാം. ഇത് മാസിൻ്റെ ലിപ് ലൈനേഴ്സാണ്. നല്ല അടിപൊളി ലിപ് ലൈനേഴ്സാണ്. നല്ല പിഗ്മെൻറ്റും നല്ല ക്രീമി ടെക്സ്ചറാണ്. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഈ ഒരു ബ്രൗണും ഈ ഒരു റെഡും വെച്ചിട്ടാണ് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റെഡ് വെച്ചിട്ട് ലൈൻ ചെയ്യാം. നിങ്ങൾക്ക് ലൈൻ ചെയ്യുന്നതിന് മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റാക്കിയിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ഉള്ളിക്കൊന്ന് ഇങ്ങനെ ലിപ്പ് ലൈനിൻ്റെ ലൈൻ കെടുക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉള്ളിക്ക് അങ്ങനെ പുൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബെറ്ററാണ്. നമുക്ക് ഈ ഒരു ബ്രൗൺ വെച്ചിട്ടൊന്നും കൂടി ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡിന് കിട്ടി ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലിപ്സ്റ്റിക്ക് വേണ്ട, നമുക്ക് ലിപ്പ് ലൈനർ തന്നെ യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ യൂസ് ആക്കാം. നല്ല അടിപൊളി ഷെയ്ഡ്. ഞാൻ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ലിപ്പ് ലൈനേഴ്സ് വെച്ചിട്ട് മാത്രം വരച്ചു പോകാൻ മതി, എന്നിട്ട് ജസ്റ്റ് ഒരു ഗ്ലോസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്ക് കിട്ടുന്നു. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ലിപ്പൊന്ന് ജസ്റ്റ് ഡെഫിനിഷൻ കൊടുത്ത് ഇത് മെബ്ലൈൻ സൂപ്പർ സ്റ്റേൻ്റെ ഒരു റൂളർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് ഗൈസ്, നല്ല അടിപൊളി. ഇത് അതിൻ്റെ മിനി പാക്കേജാണ്, ഇതിൻ്റെ ഫുള്ളുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര യൂസാണ്. ഭയങ്കര പിഗ്മെൻ്റാണ്, ലോങ് ലാസ്റ്റാണ്, വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്. ഭയങ്കര അടിപൊളിയാണ്. ഈ റേഞ്ചിൽ തന്നെ ഗ്ലോസ്, ഇത് വേറെ റേഞ്ച്, ഇതിൽ തന്നെ ഗ്ലോസ് വരുന്ന ഒരു റേഞ്ച് ഉണ്ട് ഗൈസ്. ഇതും സെയിം പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒന്നുകൂടി ഒരു ഗ്ലോസി എഫക്റ്റ് വരും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗ്ലോസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കണ്ടോ ഗൈസ്, ഇതിപ്പോൾ കോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഇത് യൂസ് ആക്കുന്നില്ല. ഞാനിപ്പോൾ വിചാരിക്കാം ഇതന്നെ മതി, ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലോസ് ഇട്ടാൽ ബെറ്റർ ആയിരിക്കും. മേക്കപ്പ് ലുക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്, അത് ഗ്ലോസ് ഇടാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൈക്രോ ഫിനിഷിൻ്റെ ഈ ഒരു ഫിക്സിങ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് വേറെയുള്ള ഇതിന് നോക്കണം. അപ്പോൾ നമുക്ക് ഷാൽറ്റിൽബറിൻ്റെ ഒരു ഫേസ് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, നല്ല അടിപൊളി സംഭവമാണ്. അതിൻ്റെ ഡ്യൂപ്പ് എന്ന് പറയാം, അതായത് അഫോർഡബിൾ റേഞ്ചിലുള്ള അതിൻ്റെ ഒരു ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു മൈക്രോ ഫിനിഷിൻ്റെ പാക്കിൻ്റെ ഒരു മൈക്രോ ഫിനിഷ് എന്നുള്ള ഈ റേഞ്ചിലുള്ള ഒരു ഈ സംഭവം പറയാം. അത്രയും അടിപൊളി സംഭവമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് മേടിക്കാൻ
നിങ്ങൾ ബ്രൈഡൽ മേക്ക് ഓവർ ഒക്കെ പേഴ്സണൽ യൂസിനും ബെറ്ററാണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ സ്പെൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് റിഗ്രഷനേ ഉണ്ടാവില്ല ഗൈസ്. അത്രയും ബെറ്റർ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കര ഒരു പുകമാതിരി വരിക. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു ഓറഞ്ച് ആണെന്നല്ലോ. അപ്പോൾ ഇതിക്ക് നമ്മൾ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. നിങ്ങൾ ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ലിപ് ഗ്ലോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഫിനിഷായി ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ലിപ് ഗ്ലോസും കൂടി ആഡ് ചെയ്യാം. ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ.